ചരിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പേർഷ്യ എന്ന് പറയുന്ന രാഷ്ട്രം മറ്റ് ലോകത്തെ അയൽ രാഷ്ട്രങ്ങളെയോ മറ്റ് രാഷ്ട്രങ്ങളെയോ അധിനിവേശം നടത്തി കീഴ്പ്പെടുത്തിയതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇസ്രായേലിനെ അതിനെ കീഴടക്കി ഇറാൻ്റെ മറ്റൊരു ടെറിട്ടറി പോലെ കൈയടക്കി വെക്കണമെന്നോ അല്ലെങ്കിൽ ഇറാന് ആ പ്രദേശത്ത് മിഡിൽ ഈസ്റ്റിൽ വലിയൊരു ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ നടത്തണമെന്നോ ഉള്ള ആഗ്രഹമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ഒരു രാഷ്ട്രീയ സമവാക്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സമഗ്രതയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയ്ക്കോ വേണ്ടിയിട്ട് ഇറാൻ സ്വാഭാവികമായിട്ടും റഷ്യയായിട്ടും അതുപോലെ തന്നെ ചൈനയായിട്ടും ബന്ധം നിലനിർത്തും എന്നുള്ളൊരു സത്യമുണ്ട്. പിന്നെ നമ്മൾ ചരിത്രത്തിൽ ഇറാൻ്റെ അല്ലെങ്കിൽ പേർഷ്യയുടെ, ഞാൻ പറഞ്ഞു 1941 മാത്രമാണ് ഇറാനായിട്ട് വരുന്നത്. 100 വർഷം പോലും ആയിട്ടില്ല, ഇനി വർഷങ്ങൾ കിടക്കുകയാണ് ഇറാൻ. അതിന് മുന്നേ പേർഷ്യയാണ്. ചരിത്രത്തിൽ 2000-ഓളം അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളോളം പേര് ഈ ദേശത്തിനുള്ളത് പേർഷ്യ എന്നുള്ളതാണ്. പേർഷ്യയുടെ ആദ്യത്തെ ചരിത്രത്തിൽ യുദ്ധം അല്ലെങ്കിൽ അതിൻ്റെ അധിനിവേശ ചരിത്രം നമ്മൾ കാണാൻ കഴിയുന്നത് BC 438-400 കാലഘട്ടത്തിലേക്കും ആണ് ഗ്രീസുമായിട്ടുള്ള യുദ്ധം നടത്തുന്നതിനെ കുറിച്ച് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ അയൽ രാഷ്ട്രങ്ങളെ ആക്രമിച്ച് കീഴടക്കുക, മറ്റുള്ളവർക്ക് ഭീഷണി സൃഷ്ടിക്കുക എന്ന് പറയുന്നൊരു ചരിത്ര പാരമ്പര്യം തന്നെ ഇറാനില്ല എന്നുള്ളതാണ് സത്യം. പേർഷ്യക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അതേസമയം നമ്മൾ നോക്കൂ, അയൽ രാഷ്ട്രങ്ങളായിട്ടുള്ള അറബ് രാഷ്ട്രങ്ങൾ അവർക്കത് ഉണ്ടായിരുന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഉമവിയ കാലിഫേറ്റിൻ്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ അബ്ബാസിഡ് കാലിഫേറ്റിൻ്റെ എക്സ്പാൻഷൻ, അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട എംപയർ ആയിരുന്ന ഓട്ടോമൻ എംപയറിൻ്റെ എക്സ്പാൻഷൻ. ഓട്ടോമൻ എംപയർ 13-ാം നൂറ്റാണ്ടിൽ വന്നതിന് ശേഷം സംസാരിച്ചോളൂ ജാബിർ. ഓക്കെ. ഓട്ടോമൻ എംപയർ 13-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായതിനു ശേഷം വലിയ രൂപത്തിലുള്ള അതിൻ്റെ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ നിങ്ങൾ കാണാൻ പറ്റും. അത് യൂറോപ്പിലെ ഹംഗറി വരെ പോവുകയും യൂറോപ്പിലേക്ക് അവിടെ വെച്ച് അവർ ആ എക്സ്പാൻഷനിസ്റ്റ് പോളിസി തന്നെ അവര് ഇറാനെ സംബന്ധിച്ച് എക്സ്പാൻഷനിസ്റ്റ് സ്വഭാവം ഇല്ല എന്നറിയാത്തവരായിരിക്കില്ലല്ലോ അമേരിക്ക. പക്ഷേ അവരെ സംബന്ധിച്ച്, അമേരിക്കയും ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണ് നോക്കൂ. ഇപ്പോൾ 2015 ആണവ കരാറിന് ശേഷം ഉപരോധം നീങ്ങിയപ്പോൾ അവർക്ക് പണം കിട്ടി. ആ പണം അവരുപയോഗിക്കുന്നത് ഇസ്രായേലിനെ വളഞ്ഞു വയ്ക്കുന്ന രീതിയിൽ പ്രോക്സി വാർ സജ്ജമാക്കുക എന്ന അർത്ഥത്തിലാണ്. ഒരു വശത്ത് ഹിസ്ബുള്ളയെ ആം ചെയ്യുന്നു, ഹൂത്തികളെ ആം ചെയ്യുന്നു, സിറിയയിൽ ഇറങ്ങിക്കളിക്കുന്നു, അങ്ങനെ ഇസ്രായേലിനെ വളഞ്ഞു വയ്ക്കുന്നു. അതാണ് അവരുടെ പ്രശ്നം. അതല്ലാതെ ഇസ്രായേലിനെയോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റോ കീഴ്പ്പെടുത്തുമെന്നുള്ള ഭയമല്ലല്ലോ യഥാർത്ഥത്തിൽ ഇവരുടെ ആശങ്ക. അതെ, അതിനുള്ള ഒരു ആൻസറിലേക്ക് കൂടിയായിരുന്നു ഞാൻ വരുന്നത്. നിങ്ങൾ ചോദിച്ചതാണല്ലോ അൺനോൺ ഇറാനും അല്ലെങ്കിൽ നോൺ ഇറാനും. അതായത് ഈ ഞാൻ ആദ്യം പറഞ്ഞ ഈ പെഹലവി ഡൈനാസ്റ്റി 1941 വന്നതിന് ശേഷം ഒരു 10 വർഷങ്ങൾക്കുള്ളിൽ ഇറാനിൽ വലിയ ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി 1951 ഞാൻ ഇറാനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുന്നേയുള്ള ഡിസ്കഷനിലൊക്കെ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. 1951 ഇറാനിലൊരു ജനകീയ വിപ്ലവം നടക്കുകയും അവിടെ ഒരു ജനകീയ സഭ രൂപീകരിക്കുകയും മുഹമ്മദ് മുസദ്ദിഖ് എന്ന് പറയുന്നൊരു ദേശീയത അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണാധികാരി, ജനകീയമായൊരു സർക്കാർ അവിടെ നിലവിൽ വരികയും ചെയ്തു. ഇത് പാശ്ചാത്യ ലോകത്ത് ഈ പറയുന്ന ശത്രു രാഷ്ട്രങ്ങളായിട്ടുള്ള അമേരിക്കയും അല്ലെങ്കിൽ പാശ്ചാത്യ രാഷ്ട്രങ്ങളെല്ലാം അവരെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. ഈ മുഹമ്മദ് മുസദ്ദിഖ് മഹാത്മാഗാന്ധിയുടെ വലിയൊരു ആരാധകനും അദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ജനകീയ സർക്കാർ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ ഓയിൽ കമ്പനികളെ എല്ലാം ദേശസാൽക്കരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ദേശസാൽക്കരണത്തിൻ്റെ എല്ലാം ഫലമായി ഈ മുഹമ്മദ് മുസദ്ദിഖിൻ്റെ ഈ ജനകീയ സർക്കാരിനെ 1953 CIA ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ അട്ടിമറിക്കുകയായിരുന്നു ചെയ്തത്. അട്ടിമറിച്ച് വീണ്ടും ഏകാധിപത്യ രാജഭരണകൂടത്തെ സ്ഥാപിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കുറ്റാരോപണങ്ങൾ നടത്തുന്ന പാശ്ചാത്യ മാധ്യമങ്ങളോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ ഇസ്രായേൽ പോലുള്ള രാഷ്ട്രങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് ചോദിക്കുന്നത്.